ഹലോ ഫ്രണ്ട്സ്, ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇന്നൊരു ഓഫ് ഡേ ആണ്. എന്നാൽ നിങ്ങളെയും കൂട്ടി ഇന്ന് എന്നാക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്നോ. എന്നും അടുത്ത് പോയി നിൽക്കുന്ന ഈശോയുടെ അടുത്ത് പറഞ്ഞ് എന്നെ കാത്തോണേ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഈശോയെ. ഞാൻ വേഗം ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് താഴോട്ടോടി ചെന്നപ്പോൾ ഇതാ തിളച്ച വെള്ളം ഉണ്ടാക്കി അതിനകത്തോട്ടൊരു തുള്ളി പാലും ഒഴിച്ച് മയത്തിന് മാത്രം പാല്, എന്നിട്ടൊരു ചായ അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഓട്സാണല്ലോ 365 ദിവസവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനകത്തോട്ട് ബ്ലൂബെറിയും പ്രൂൺസും പിന്നെ ഇച്ചിരി നട്ട്സും ഒക്കെ ഇടാമെന്ന് വെച്ചു. സ്ട്രോബെറിയിൽ എനിക്ക് ഈ ബ്ലൂബെറിയുടെയും പിന്നെ പ്രൂൺസിൻ്റെയൊക്കെ പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ തിന്ന് എൻ്റെ പൂണി നിറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം നിറയ്ക്കുകയാണ്. എന്തിനാണെന്നോ, ജിമ്മിൽ പോകാനായിട്ട്. സ്കോട്ട്ലൻഡിലെ വെള്ളം സൂപ്പറാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചതില്ലായിരുന്നു, പക്ഷേ ഈ വെള്ളത്തിനും കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെപ്പുകളൊക്കെ ചാടി കയറി ഞാൻ മുകളിലോട്ട് പോയി. എന്നിട്ടുണ്ടല്ലോ, കൈ കിട്ടിയ പുട്ടിയൊക്കെ ഇട്ടൊന്ന് റെഡിയായി താഴോട്ട് ഓടി വന്ന് സമയം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ പണികളൊക്കെ തീർത്തേച്ച് ഓടിയത് അങ്ങോട്ടെന്നറിയാം, പള്ളിയിലേക്കാണ്. എല്ലാ ഓഫ് ഡേയിലും ഞാൻ ഈ പള്ളിയിൽ പോകും. കണ്ടോ എന്തൊരു ചെറിയ പള്ളിയാണെന്ന്. അയ്യോ, എനിക്ക് ഭയങ്കര മനഃശാന്തിയാണ്. ഈ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാലേ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് മാനസിക ശാന്തിയും വേണം. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടോ അധോലോക നായികയെപ്പോലെ ഒരു കണ്ണാടി എടുത്ത് വെച്ച്. നിങ്ങൾ ചോദിക്കും ഇവൾക്ക് എന്തിൻ്റെ കേടാണെന്ന്. ഇങ്ങോട്ട് നോക്ക്, സൂര്യൻ കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ചൂടുമില്ല, ഒന്നുമില്ല. ഈ മഴ പെയ്യാത്തപ്പം മഴ പെയ്താലേ കല്ലുമഴയെന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ സ്ഥിതി. എപ്പോഴും മൂടല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. വഴിയിലൊക്കെ കണ്ടോ ഈ ഇത് വരച്ച് വെച്ചിരിക്കുന്ന നാട്ടിലും ഉണ്ട്, പക്ഷേ ഇവിടെ ഇത് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ ഈ തണുപ്പും പിടിച്ച് ഈ മൂടി കിടക്കുന്നിടത്തോട്ട് എങ്ങോട്ട് പോവുകയെന്ന് നമ്മൾ ഓർക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരണ ആട്ടുസൂപ്പിനേക്കാൾ ഫലം ചെയ്യും. അത് അല്ലെങ്കിലേ വീട്ടിൽ പോയിരിക്കാം ലൈസൻസും കൊണ്ട്. പിന്നെ മടാന്നങ്ങ് നടക്കുക, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി പോവാം. ഇത്രയും വർത്താനം പറഞ്ഞിട്ട് ഈ സൂര്യൻ എന്നെ വിട്ടു പോകുന്ന ലക്ഷണമില്ല. നിങ്ങൾക്കൊന്നും കാണിക്കണ്ട എന്നാന്ന് തോന്നുന്നു. അയ്യോ, റോഡും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാമെന്നും കൊണ്ട് ചൂട്ടുകറ്റയും കത്തിച്ച് ഞാൻ ഇറങ്ങിയതാ. ഇച്ചിരി വെളിച്ചം വരും, പിന്നെയും സൂര്യൻ വന്നടിയും. എന്താ ചെയ്യുക? അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഷോപ്പിംഗ് മോളിൻ്റെ അങ്ങോട്ട് ചെന്നു തപ്പി പിടിച്ച് കേട്ടോ. നോക്കിക്കേ, ഒരു മനുഷ്യനെ കോലെ കുത്തി വെച്ചിരിക്കുന്ന പോലെ. അതായത് ഇവിടുത്തെ സൈനൊക്കെ പ്രോപ്പറായിട്ട് അവർ കാണിക്കും, അതനുസരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിംഗ് മോളിലുണ്ടല്ലോ, അപ്പനും അമ്മയും അല്ലാത്ത എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. മേടിച്ചാലും കൊള്ളാം, മേടിച്ചാലും കൊള്ളാം, വണ്ടിയൊക്കെ പ്രോപ്പർ പാർക്ക് ചെയ്തോണം. അതൊക്കെ കഴിഞ്ഞാൽ അതിലേ ചുമ്മാ പോയതാണ് കേട്ടോ. മനഃശാന്തി പ്രൊഡക്റ്റീവ് മാത്രം ആക്കിയാൽ പോരല്ലോ ഡേ, മാനസിക ശാന്തിയാണല്ലോ വലുത്. അപ്പോൾ അതിലേക്ക് നടന്നു. എന്നിട്ട് ഇത് കണ്ടോ, റൗണ്ട് അബൌട്ട്, അതായത് നമ്മുടെ നാട്ടിലെ റൗണ്ടാന ഓമന പേരിൽ. പക്ഷേ അത് ഏത് പേര് ഓമന ആയാലും കൊള്ളാം, വാസന്തി ആയാലും കൊള്ളാം. നോക്കിക്കേ, അത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ കടത്തി വിട്ട് ഞാൻ സ്ഥിരം പോകാറുള്ള ജിമ്മിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ നിങ്ങൾ ജിമ്മ് കണ്ട് മടുത്തതാണ്, ഞാൻ പല പ്രാവശ്യം കാണിച്ചതാണ്. ഇനി വേണ്ട, ആവർത്തനം വിരസത. ഇത് കണ്ടോ, ഇത് മണിച്ചിത്രത്താഴാണെങ്കിൽ ഇത് മണിച്ചിത്ര നമ്പരെന്ന് നമുക്ക് പറയാം അല്ലേ. നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് കിട്ടുന്ന നമ്പരോ ഈ കോഡോ ഒക്കെ സ്കാൻ ചെയ്ത് ഈ കണ്ണാടിക്കൂട്ടിനകത്ത് കയറി നമുക്ക് അപ്പുറത്ത് കിടക്കാം. ആണ്ടേ എൻ്റെ പച്ച ലൈറ്റ് തെളിഞ്ഞു. ഇനി കണ്ണാടിക്കൂട്ട് തുറന്ന് കറക്കി നമ്മളെ അപ്പുറത്ത് ചാടിച്ചോളൂ. അങ്ങനെ അവിടുത്തെ തീറ്റക്കൂത്തൊക്കെ കഴിഞ്ഞ് പലവട്ടം കണ്ടതല്ലേ, ഇനി കാണണ്ട അല്ലേ. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് ഞാൻ വഴിയോരത്തൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന പൂവാണ് കേട്ടോ. പൂവ് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. ഞാൻ ഇച്ചിരി ഷിയാ സീഡ് മേടിക്കാനാണ് ആലപ്പുഴയ്ക്ക് പോകാമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ പോക്ക് പോയത്. ഇതാണ്ട് കടകളെല്ലാം അടഞ്ഞു, സാമ്പത്തികം മോശം. എല്ലാ കടകളും അടക്കിയാണ്. പക്ഷേ കണ്ണെഴുതുന്നതും പൊട്ട് കുത്തുന്നതും കാല് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഹോളണ്ട് ആൻഡ് ഭാരത്, ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഇത് അടിപൊളി കടയാണെന്ന്. അങ്ങോട്ട് പോയി കണ്ടോ, ഷിയാസീഡ് എന്നെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മോ, അതിനകത്തില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലേ. പ്രോട്ടീന്, ഫൈബർ, ഒമേഗ, എല്ലാ വൈറ്റമിൻ ഇറുണ്ട് കണ്ടോ. അവിടെ ഈ ഷിയാ സീഡ് എടുക്കുമ്പം ഒരു സാധനം കൂടെ നമുക്ക് ഓഫറുണ്ട്. തനി ടിപ്പിക്കൽ മലയാളിയായി. അപ്പം ഞാൻ വിടുവോ, ഞാൻ അതൊക്കെ മേടിച്ച് ഞാൻ കൊണ്ടുപോയി സ്വന്തം കൂട്ടിൽ അതൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. 5 പൈസ കൂട്ടിന് പോലും കൊടുക്കുകയില്ല കേട്ടോ. എല്ലായിടത്തും ഓഫറാണ്, ഓടിക്കോ, അതാ നല്ല. വിശന്ന് കെട്ടി വീട്ടിൽ വന്നപ്പോൾ ചോറും മീനും മോരും പയറും വാഴക്കായും പിന്നെ എന്നാ ബീൻസ് സ്പ്രൗട്ടും ഒക്കെ ഉണ്ട്. കൂട്ടി പൊളിയായിട്ടൊരു ഊണം കൊണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. ഹസ്ബൻഡ് ഇപ്പോൾ വരും. പൂമുഖവാതിക്കൽ പൂതനയാകണ്ടെന്ന് വെച്ചു. ഇത് കണ്ടോ, അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിലോ നാട്ടിൽ നിന്ന് കുറേ ഫോട്ടോകൾ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. എൻ്റെ ചങ്ക് കരളും തകരുകയാണ്, ഹോം സിക്ക്. ഇതെൻ്റെ കസിൻസാണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സിസ്റ്റേഴ്സിനെയാണ് ആദ്യം നിങ്ങൾ കണ്ടത്. എനിക്ക് വയ്യ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഇച്ചിരി ജോലി ചെയ്യാം. ഇച്ചിരി യൂണിഫോം അങ്ങ് തേച്ച് വെച്ചു. ഇന്ന് എന്നാ ചെയ്തോ? ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടായപ്പോൾ ഒരു തേവാര കുളി അങ്ങ് കുളിച്ചേച്ച് കുറച്ച് വെജിറ്റബിളും ചിക്കനും ഒക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്ന് കണ്ടോ എന്ത് റിലാക്സ് ചെയ്തിരിക്കുമെന്ന്. മാനസിക ശാന്തി. ഇച്ചിരി ജീരകവെള്ളവും റെഡിയാക്കി. പിന്നെ സായി പല്ലവിയെ ടി വിയിൽ അങ്ങ് ഓൺ ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സായി പല്ലവിയെ. അങ്ങനെ സായി പല്ലവി അഭിനയിച്ച ഏതോ പിക്ചർ പേരും അറിയത്തില്ല ഊരും അറിയത്തില്ല. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ വെജിറ്റബിളും പിന്നെ ചിക്കനും ഒക്കെ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് 8 മണി. 8 മണി എന്നുണ്ടെങ്കിൽ ഉടനെ ഇവിടെ അഭിഷേകാഗ്നി ഇടും. ഇനി പ്രെയറാണ്. അറിയാവുന്ന കുരിശും വരച്ച് പോയി കിടന്ന് ഉറങ്ങാം.